ഇപ്പോൾ സിനിമയെ ബന്ധപ്പെട്ടോ അല്ലാതെയോ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള മറ്റ് സാഹചര്യങ്ങളുള്ള വേറെ എന്തെങ്കിലും ജോലിയുള്ള ബിസിനസ്സുള്ള ഒരാളാണെങ്കിൽ അത്ര പ്രശ്നമില്ല. അപ്പോൾ അവർ ചെയ്യുന്ന സമയത്ത് പക്ഷേ നമ്മൾ ഈ സിനിമയുടെയൊക്കെ സെലിബ്രിറ്റീസ് ആയതുകൊണ്ട് തന്നെ അവരുടെ പെർഫോമൻസ് കാണാൻ ആൾക്കാർ വരുന്നുണ്ട്. അത് ടിക്കറ്റ് ഇപ്പൊ 100 അല്ല 1000 അല്ല എത്ര എന്ന് പറഞ്ഞാലും ആൾക്കാർ എടുത്ത് കാണുന്നു. അവർക്ക് പല സ്പേസുകളിലും എൻട്രീസും ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. അത് പക്ഷെ അത് ഞാൻ പറഞ്ഞത് അത് നല്ലതാണ്, അങ്ങനെ അവരും ചെയ്യട്ടെ നാടകം. അപ്പൊ അതിലൂടെ സംഭവിക്കുന്ന പറഞ്ഞാൽ തിയേറ്ററിനാണല്ലോ ഒരു മുന്നോട്ട് ആൾക്കാർ കാണാൻ തയ്യാറാകുന്നു എന്ന് പറയുന്നത്. പക്ഷെ അതിനെ പലപ്പോഴും എനിക്ക് അറിയില്ല, നമ്മുടെ ഒരു കേരളത്തിന്റെ അവസ്ഥയിൽ അത്തരം സിനിമയിലുള്ള ആൾക്കാർ പോലും മറ്റ് പല സ്റ്റേറ്റിലും ഒക്കെ ചെയ്യുന്നത് പോലെ തിയേറ്ററിലും കൂടി ഒന്ന് അവർ തിയേറ്റർ ചെയ്യുന്നു എന്ന് വരുത്തുന്നതിനല്ലാതെ തിയേറ്റർ മേഖലയെ ഒന്ന് പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് അതിനകത്ത് ഇടപെടാം. അത് പ്രത്യേകിച്ച് തിയേറ്ററിനകത്തൂടി വന്ന ആർട്ടിസ്റ്റുകളെങ്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ വലിയ കുറവാണ്. നമുക്ക് ബോംബെയിലായാലും നസറുദ്ദീൻ ഷായോ ഓംപുരി അങ്ങനെയുള്ള കുറെ ആൾക്കാരൊക്കെ ചെയ്യുന്നത് പോലെ, രജിത് കപൂർ, ഇപ്പോൾ അതുപോലൊരു സംഭവം നമ്മുടെ ഇവിടെ ഉണ്ടാകുന്നില്ല. അവരുടെ ഒരു സംഭവത്തിന് വേണ്ടി ഇഷ്ടത്തിനോ അല്ലെങ്കിൽ തിയേറ്റർ ചെയ്യുന്നത് വേറെ തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, അങ്ങനെ ചെയ്തു പോകുന്നേ ഉള്ളൂ.